لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. ഇത് കാലയവനികയ്ക്കുള്ളിൽ മണ്ണടിയേണ്ടിയിരുന്ന ചില അനർഘ ചരിത്ര നിമിഷങ്ങൾ. ഇവിടെ ഉയരുന്നത് യുഗാന്തരങ്ങളിൽ മാറ്റൊലികൊണ്ട ഉന്നതമായ പ്രകീർത്തനങ്ങൾ, അതുല്യമായ പ്രഖ്യാപനങ്ങൾ. ഇത് ഒരേ ഈണത്തിൽ ഒരൊറ്റ താളത്തിലുയരുന്ന മനോഹര ശബ്ദം. അതെ, അല്ലാഹുവിന്റെ അതിഥികളുടെ ഹൃദയമന്ത്രങ്ങളുടെ ശബ്ദവീജികൾ. إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك. സുഹൃത്തെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി മനുഷ്യരാശിയെ വിളിച്ചു ഏകദൈവാരാധനയുടെ ആദ്യ ഭവനത്തിലേക്ക്. മനുഷ്യാധിവാസമില്ലാത്ത മരുഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ മിത്രം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാമയുടെ ക്ഷണം. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലികഴിക്കാനും വേണ്ടിയത്രേ അത്. അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവന് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. അന്താരാഷ്ട്ര എയർപോർട്ടുകളും പറന്നുയരുന്ന ആകാശപ്പറവകളും ഇല്ലാത്ത കാലത്ത് കാറ്റിലുലയുന്ന പായക്കപ്പലുകൾ, തിരകൾ മുറിച്ചുകടന്ന് ആയിരങ്ങൾ ഈ വിശുദ്ധ ഭൂമിയിലെത്തി. നഗ്നപാതരായും ഒട്ടകപ്പുറത്തും മനുഷ്യർ ഈ ആത്മീയാനുഭൂതിയുടെ പുണ്യപ്രവാഹത്തിൽ സ്വയം ലയിച്ചു ചേർന്നു. ഹജ്ജ് അതിനുള്ള നിബന്ധനകൾ പൂർത്തീകരിച്ച വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയാണ്. അറിഞ്ഞും പഠിച്ചും നിർവഹിക്കുക വഴി മാത്രമേ സ്വീകാര്യമായ ഹജ്ജ് ചെയ്ത് മടങ്ങാനാവൂ. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.